അതിനിടയിൽ ആ മഹത്തായ ദേശീയ പ്രസ്ഥാനം മലപ്പുറത്തും സാന്നിധ്യമുറപ്പിച്ചു എന്നല്ല, ശക്തി തെളിയിച്ചു. ഞങ്ങൾ വന്നതാണ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ പുതിയ ജില്ലാ കമ്മിറ്റി വരുന്നതിനുള്ള അവസാനത്തെ യോഗത്തിന് എല്ലാവരും ഒന്ന് കാണുക എന്ന് വിചാരിച്ച് കാസർഗോഡ് തുടങ്ങിയതാണ്. പാർട്ടി കെട്ടിപ്പടുക്കാൻ നേതാവ് വന്നപ്പോൾ അദ്ദേഹം സ്വീകരണം ഏറ്റുവാങ്ങാൻ വന്നതാണ് എന്ന് കരുതിയ അനുയായികളാണ്. അവർക്ക് ഈ പാർട്ടിയെപ്പറ്റി വല്ലതും അറിയുമോ എന്തോ. കേരള കോൺഗ്രസ് പാർട്ടി ഈ രാജ്യത്തുണ്ടായത് വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. നല്ല ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഉദ്ദേശങ്ങൾ. ഒന്നാണ്, നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. എന്താന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ കഴിക്കുന്ന ആഹാരത്തിന്റെ അടിസ്ഥാനത്തിൽ രോഷപ്രകടനം നടത്തുകയും ആ ആഹാരം കഴിക്കുകയോ ആഹാരം ഉപയോഗിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അടിച്ചു കൊല്ലുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തിന് ഈ രാജ്യം ഇടയാക്കരുതെന്ന് കരുതിയാണ് 50 കൊല്ലം മുമ്പ് കേരള കോൺഗ്രസ്. മനസ്സിലായില്ലേ? ന്യൂനപക്ഷങ്ങളുടെ ഭക്ഷണ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനാണ് മന്നത്ത് പത്മനാഭൻ മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവരെയും കൂട്ടി കേരള കോൺഗ്രസ് ഉണ്ടാക്കിയത്. ഹൈന്ദവരെ ചേർത്താണ് അത് ഉണ്ടാക്കിയത് എങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് മന്നത്തപ്പനും അറിയാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് മീൻ തിന്നാൻ ഒക്കുകയില്ല. കാരണം മഹാവിഷ്ണുവിന് 10 അവതാരങ്ങളാ, 9 എണ്ണം കഴിഞ്ഞു. 1ാമത്തെ അവതാരം മീനാണ്. അപ്പൊ മീൻ തിന്നാൻ മഹാവിഷ്ണുവിന്റെ അവതാരത്തെ കറിയാക്കി കഴിക്കാൻ. 2ാമത്തെ അവതാരം എന്തുവാ? കൂർപ്പം, ആമ. കള്ളുഷാപ്പുകളിൽ പണ്ട് കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ കഴിക്കുന്നു ആമയാണ്. പ്രത്യേകിച്ച് ആലപ്പുഴ, കോട്ടയം ജില്ലകളിലുള്ള കള്ളുഷാപ്പുകൾ എനിക്കറിയില്ല. കടലാവ ഉൾപ്പെടെ. 3ാമത്തെ എന്താ? മലപ്പുറത്തൊന്നും അധികം ആളുകൾ കഴിക്കാത്തതാണ് പന്നി. ഇതിനെ ഒന്നും കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മാണിയും മക്കളും BJPയോടൊപ്പം പോയാലും ബാലകൃഷ്ണപിള്ള പോവുകയില്ല. പോയാൽ വായയ്ക്ക് രുചിയുള്ളതൊന്നും തിന്നാൻ പറ്റുകയില്ല. അപ്പൊ ഇത് ശുദ്ധമായ അസംബന്ധമാണ്. ഈ അസംബന്ധം ജാതീയമായി തിരിച്ച് നമ്മുടെ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ നേരിടാൻ ബാധ്യതയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പിന്തുണക്കാൻ പ്രതിജ്ഞാബദ്ധമാണല്ലോ പൊളിമിക്സ്. അതുകൊണ്ട് തന്നെ ബാലകൃഷ്ണപിള്ള സാറിനെ സ്തുതിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.